ഹലോ, ഇതെന്താണെന്നറിയോ? ഇത് ഞാൻ എൻ്റെ റോസിനൊക്കെ കൊടുക്കുന്ന ഒരു മാജിക് വളമാണേ. ഞാൻ എൻ്റെ റോസൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ ഒത്തിരി നാളായി. അന്ന് തൊട്ട് ഞാൻ മേടിച്ച അന്ന് തൊട്ട് അതിന് നല്ല പൂക്കളും തരുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തുമ്പോൾ മാത്രം പൂക്കളില്ല, ബാക്കി എല്ലാ സമയത്തും അതിന് നല്ല പൂക്കളാണ്. നല്ല ആരോഗ്യത്തോടെ ഞാൻ അല്ലാണ്ട് വേറെ വളമൊന്നും ഇടത്തില്ല. DAP ആണെങ്കിൽ മേടിച്ച ആദ്യം ഒരു തവണ DAP ഇട്ട് കൊടുത്തുള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഇത് ഞാൻ മാസത്തിൽ ഒഴിക്കും. അതിൻ്റെ കൂട്ടത്തിൽ NPKയും കൂടി കലക്കി ഒഴിക്കും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന മുട്ടയുടെ തൊണ്ടെല്ലാം ഞാൻ ഒരു മാസത്തേക്കുള്ളത് ഒരു കവറിലിങ്ങനെ കളക്ട് ചെയ്ത് വെക്കുവേ. നമ്മുടെ കോഴിമുട്ടയും താറാമുട്ടയും കാടമുട്ടയും അങ്ങനെ എല്ലാ മുട്ടയുടെയും കവറുകൾ തൊണ്ട് നമ്മളിങ്ങനെ ഒരു കവറിലാക്കി എടുത്ത് വെക്കും. എന്നിട്ട് ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അത് പൊടിക്കാതെ ചുമ്മാ ഇങ്ങനെ കൈ കൊണ്ട് ഉടച്ചങ്ങ് ഇട്ട് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പൊടിച്ചിടാൻ തുടങ്ങി. പൊടിച്ചിട്ട് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ഒരു തവണ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് അരച്ചെടുത്തിട്ട് അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി എഫക്റ്റീവാണെന്ന് തോന്നിയത്. അപ്പോൾ നമ്മുടെ ഈ തൊണ്ടെല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ച് അപ്പോൾ ഇച്ചിരി വെള്ളം കാണും. പിന്നെ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തെടുക്കുക. ഒത്തിരി ഡൈല്യൂട്ട് ചെയ്യണ്ട, എന്നാലും നമ്മുടെ ചെടിക്ക് എത്ര ഉണ്ടോ അത്രയും വെച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്യും. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് എപ്പോഴും ഇളക്കി എടുക്കണം. അല്ലെങ്കിൽ ഇത് മുട്ടത്തൊണ്ടല്ലേ, കാൽഷ്യം എല്ലാം കൂടി താഴേക്ക് അടിഞ്ഞ് എപ്പോഴും ഇങ്ങനെ കട്ട കെട്ടി കിടക്കും. അപ്പം നല്ലപോലെ ഒന്നേ കൈ ഇട്ടോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കപ്പിട്ടോ എന്തിട്ടാണെങ്കിലും നല്ലപോലെ ഇളക്കിയെടുക്കണേ. ഇച്ചിരി മെനക്കേടുള്ള പരിപാടിയാണ്, പക്ഷേ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. അതേ ഉള്ളൂ. ഇതൊക്കെ കണ്ടില്ലേ, ഈ റോസിലൊക്കെ ഒരു തവണ തന്നെ ഒരു 5ഉം 6ഉം പൂക്കളൊക്കെ ഇത് മേടിച്ച് അന്ന് തൊട്ടേ ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളതാണ്. ഇതൊക്കെ പിന്നെ ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. ഭയങ്കര ചൂട് മൂത്തപ്പോഴത്തേക്കും ഞങ്ങൾ നോക്കാതെ വന്ന് വാടിപ്പോയായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ അങ്ങ് പ്രൂൺ ചെയ്ത് വിട്ടു. ഇപ്പോൾ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടില്ലേ എന്തോരം മുട്ടുകളെന്നറിയും. ഒരു ട്രിപ്പ് ഇതുപോലെ കൊലകുത്തി കായ്ച്ചത് പോയതേ ഉള്ളൂ, വീണ്ടും വന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് കാണണേ, കമൻറ്റ് ചെയ്യണേ.